الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശന വിധിവിലക്കുകൾ ജീവനത്തൊരു പ്രതി ഓരോ സന്ദർഭത്തിലും, പ്രത്യേകിച്ച് ഞങ്ങളെ രഹസ്യ ജീവനത്തിലും, ഞങ്ങളെ വ്യവഹാരത്തിലും, ഞങ്ങളെ സ്വഭാവത്തിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ട് ഏറ്റവും നല്ല മുത്തഖിയായിട്ട് ജീവിക്കുകയോ ശ്രദ്ധിക്കണോ ചെന്ന് ഈ പവിത്രമായ നാളില് നിങ്ങൾ ഒറ്റയ്ക്കനാണ് സ്വന്തം നഫ്സിനെ മറക്കാണ്ട് ഉപദേശാക്കിയിട്ടുള്ള വസിയത്താക്കിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുന്നതായി സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കുന്നതായ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു ആക്കി തീർക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തായിട്ട് ഇക്ർ നിങ്ങളെ മുന്നിൽ ഞാൻ ഓതിയിട്ടുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുള്ളൂ. ഇന്നത്തെ വിഷയ ചൊല്ലത് സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത്, സീറത്ത് എന്നെങ്കിൽ ചരിത്ര, അതുപോലെ ചെറിയ
ഇത് ഒന്ന് രണ്ട് ഖുതുബത്തിൽ തീർക്കൊള്ളുന്ന ഒരു വിഷയമല്ല. നമുക്ക് എല്ലാവർക്കും തോന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിലെ മുന്നലും അതുപോലെ നുബുവത്തിൽ പിന്നെയും ജനനത്തിലെ മുന്നലും ജനനത്തിനു ശേഷവും തുടങ്ങിയ ഒരുപാട് ചരിത്രങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷ അതിനെ വിശദീകരിച്ച് ഖുതുബാക്കിയിട്ടുണ്ടെങ്കിൽ തീരവുള്ളതല്ല. അത്രയും സുദീർഘമായി തിക്കറ് വ്യക്തമായി തിക്ക അതിലെ ചില ഭാഗങ്ങൾ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ല പ്രത്യേകത ഉണ്ടോ, ഏതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവല്ല കൊടുത്തതാണ്, അതിലെ വിഷയത്തിൽ ചില ഭാഗങ്ങൾ മാത്രമായി തിക്റ് സൂചിപ്പിക്കവും ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. റബീഉൽ അവ്വൽ തിങ്കളായത് കൊണ്ടെത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും അതുപോലെ വഫാത്തുമല്ല സമുദായത്തില് അതിലെ വിഷയത്തില് അതിലെ പേരില് പല നിലക്കുള്ള വിദഅത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവനത്തെ സംബന്ധിച്ച് പഠിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത ഉള്ളതായ കാര്യമായി തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് മാത്രം പ്രത്യേകമായിട്ട് കൊടുത്തതായ മുഅ്ജിസത്തുകൾ എന്തെല്ലാം ഉണ്ടോ ചെന്ന് മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള കാര്യമായി. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ തിരിച്ചില്ലാത്ത ആൽമാറായി തിക്കറ് ഇവിടെ സലഫി ചെല്ലതായ ആൽമാർ ചെന്ന് ദുഷ്പ്രചാരണം നടത്തുന്നതായ ആൽമാർ. അള്ളാഹുവിന്റെ റസൂലിന് ഒരു പ്രത്യേകതയില്ല, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്ത ആൽമാറായി തിക്കറ് ചെന്ന് വ്യാജ പ്രചാരണാക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് എന്തെല്ലാം പ്രത്യേകത ഉണ്ടോ അതെല്ലാം അംഗീകരിക്കാനായി തിക്കറാറ് വിശ്വാസിമാർ സലഫുസ്സാലിഹീന. അള്ളാഹുവിന്റെ റസൂൽ എന്തെല്ലാം പ്രത്യേകത ഉണ്ടോ അതെല്ലാം അംഗീകരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായി തിക്കറ്. നിനക്ക് എന്തെല്ലാം പ്രത്യേകത ഉണ്ടോ അതെല്ലാം അംഗീകരിക്കണം. എന്റെ ബുദ്ധി കൊണ്ടിട്ട് നക്ക് ചിന്തിക്കുന്നത് സാധ്യമാവില്ല എന്ന് ചെല്ലകുത്തീറ ഒരു വിശ്വാസിയുടെ മനസ്സിൽ വന്ന ബറകുത്തീറ എന്തെല്ലാം പ്രത്യേകതയായി തിക്കറ് അള്ളാഹുവിന്റെ റസൂൽ ഉള്ളത് അതെല്ലാം അംഗീകരിക്കുന്നവനായി തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് അംഗീകരിക്കാനായി തിക്കറ് വിശ്വാസിമാർ. പിന്നെ എങ്ങനെ ചെല്ലവ് സാധ്യ? വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും വലിയ മുഅ്ജിസത്തായിട്ട് പടിവാട്ടുമ്പോൾ പോകും. അത് അംഗീകരിക്കാത്തവോ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തവോ പിന്നെങ്ങനെ വിശ്വാസിയാവുക സാധ്യമാവൂ? സാധ്യമേയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതായി വലിയ ഒരു മുഅ്ജിസത്തായി ഖുർആൻ ചെല്ലുന്നത് ഒരു മക്ക ചെല്ലതായി ആ ചെറിയ ഒരു ജാഗല്യത്ത് ലോകത്തിലെ വ്യത്യസ്തമായ ജാഗയ്ക്ക് ആ വെളിച്ച എത്തിരണ്ട് ചെല്ലാൻ കായങ്ങൾ അതൊരു വലിയ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് കഴിവുണ്ടോ? അത് ലോകത്തിലെ വ്യത്യസ്തമായ ആൾമാർക്ക് അതിനെ മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളുക സാധ്യമാവും. ഏറ്റവും കടുത്ത ഹൃദയമുള്ളതായ മനുഷ്യർക്ക് പോലും ആ ഖുർആന്റെ ആയത്ത് മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിന് ശരണാവുകൂ, അതിന് സറണ്ടർ ആവുകൂ, അവനെ കൊണ്ടൊത്തു സാധ്യമാവും. അതായിട്ട് വിശുദ്ധ ഖുർആൻ ചെല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തതായി വലിയ മുഅ്ജിസത്തിൽ പെട്ടതായി തിക്റ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിൽ പെട്ടതായി തിക്റ്. എല്ലാ അംബിയാ മുർസൽമാർക്ക് ഇമാമായിട്ട് നിക്കവുള്ളതായ ഒരു അവസരം ബാക്കി ഏത് അമ്പിയാക്കന്മാരും നബിമാരും കൊടുക്കാത്ത പ്രത്യേകതയായിട്ട് അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തിട്ടുള്ള ഇടീ ഇമാം എല്ലാ നബിമാർക്കും ഇമാമായിട്ട് നിൽക്കുള്ളതായ അവസരം എല്ലാവർക്കും കൊടുത്തുള്ളൂ. മിഅ്റാജിലെ ആ രാത്രിയിൽ ഇസ്രാ മിഅ്റാജ് നമ്മൾ മനസ്സിലാക്കിയ അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടെ പോയിട്ട് വന്നാൽ പിന്നെ മക്കത്തുള്ളെ ആൽമാറൊട്ടിಗೆ മുശ്രിക്കീങ്ങളൊട്ടിಗೆಲ್ಲ അവിടുത്തെ ആൽമാറൊട്ടിಗೆ ചെന്നപ്പ എന്നെ വിശ്വസിക്കുക തയ്യാറായിട്ടില്ല. ചെന്നാറ് എന്തായിത്തിക്ക് എത്രയോ ദൂരെ ഉള്ളതായി ആ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് വന്ന് ചെല്ലുമ്പോഴത്തേക്കും അംഗീകരിക്കുക സാധ്യമില്ല. ഒരുപാട് ചോദ്യങ്ങൾ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വ്യക്തമായിട്ട് മറുപടി പറയ കൂട്ടല് കഷ്ടായി. കാരണം ഒരു ജാഗയിൽ പോയിട്ട് നോക്കിയിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൂറിന് പോയ, ഒരു താജ്മഹലിന് പോയ, അല്ലെങ്കിൽ വേറെ മൈസൂരിലൊരു പാലസിന് നിങ്ങൾ പോയ, അവിടെ തന്നെ അവർക്ക് ആദ്യമായിട്ട് പോലെ വിചാരിക്കാം. അപ്പൊ അവിടെ പോയിട്ടായെങ്കിൽ അവർക്ക് നോക്കി വന്നിട്ടായെങ്കിൽ പിന്നെ അതിൽ വർണ്ണിക്കും ആരെങ്കിലും കേട്ടിട്ടായെങ്കിൽ അവിടെ ഇന്ന ഫോട്ടോ എല്ലാം നിങ്ങൾ നോക്കിയാറാ, ഇന്ന പ്ലേസ് എല്ലാം നോക്കിയാറാ ചെല്ലുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മറുപടി പറയുക സാധ്യമാവില്ല. ഓരോ അവിടുത്തെ തൂണും അവിടുത്തെ മതിലും അവിടുത്തെ ആ ഡിസൈനും എല്ലാം നമുക്ക് ചെല്ലുക സാധ്യമാവില്ല. ഞങ്ങൾ മറന്നു പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൊടുക്കുകയായിട്ട് അവിടുത്തെ മുശ്രിക്കീങ്ങൾ പെട്ടാൽമാർ കേട്ടാർ. ആ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസറാക്കൂത്തൽ ബുദ്ധിമുട്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബൈത്തുൽ മുഖദ്ദസിലെ ആ ഒരു പിക്ചർ, ആ ഒരു രൂപ അവിടെ എന്തെല്ലാം ഉണ്ടോ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാട്ടിക്കൊടുത്തു. അപ്പൊ അങ്ങനെ തിക്കർ നബി അവിടെ കൃത്യമായിട്ട് എനിക്ക് ആൻസർ ആക്കിയത്. ആ കൂട്ടത്തിലായി തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അമ്പിയാക്കന്മാർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചതായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാറ്റി കൊടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം കൊടുത്തതായ മുഅ്ജിസത്തായി തിക്കർ. അതുപോലെ മനസ്സിലാക്കുകയുള്ളത് മക്കത്തുള്ളെ മുശ്രിക്കീങ്ങ ഒരുപാട് കുടുക്കുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റത്തിക ചോദിച്ചപ്പ അത് നിക്ക് കൊമ്പറകാവില്ല, ഒരുപാട് ആയത്തുകൾ നിനക്ക് കാട്ടിത്തരണോ, നിക്ക് അതുണ്ടാവണോ ഇതുണ്ടാവണോ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റത്തിക പലതും കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തുള്ളതായ ചന്ദ്രത്തെ, ആ മാദത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പിളർപ്പാക്കിട്ട് അല്ലാഹുവിന്റെ അനുമതിയോട് കൂടിയിട്ട് രണ്ട് പിളർപ്പാക്കിട്ട് പീസാക്കിട്ട് കാട്ടിക്കൊടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മുഅ്ജിസത്തിൽ പെട്ടതായി തിക്ർ, അമാനുഷികമായ കഴിവ്. ആർക്കും അത് സാധ്യമേ അല്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയായി തിക്ർ, ഇത് മനസ്സിലാക്കണോ. അതുപോലെ ഒരുപാട് പ്രത്യേകത മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുണ്ടോ. അതിൽ വിരലെന്ത് തന്നി വന്നത്, ഇതെല്ലാം അംഗീകരിക്കാനായിട്ടിപ്പോൾ വിശ്വാസിമാർ, ഇതെല്ലാം വിശ്വാസിമാർ അംഗീകരിക്കാൻ ആരും നിഷേധിക്കില്ല. മുഅ്ജിസത്തിനെ നിഷേധിக்கிறവർ പിന്നെ എങ്ങനെ വിശ്വാസിയാവുക സാധ്യ? ഇല്ലാത്ത ആരോപണങ്ങളായി തിക്ർ ഞങ്ങളുടെ മേൽ ഇട്ടോണ്ടുള്ളത്, സലഫുസ്വാലിഹീങ്ങളുടെ മേൽ ഇട്ടോണ്ടുള്ളത്. ഇതെല്ലാം അംഗീകരിக்கிறോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് വളരെ പ്രയാസപ്പെട്ടിക്കുമ്പോഴത്തേക്ക് ഉളു എടുക്കുന്നതായ സന്ദർഭത്തിൽ സ്വഹാബത്ത് ഇങ്ങനെ ഉളു തന്നിക്ക് വേണായിട്ട് ഇങ്ങനെ അപ്പുറപ്പുറം പോയോട്ടുള്ള തന്നെ കാണില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊറിയ ഒരല്പം മാത്രമേ ഒരു സ്വഹാബി ഒരു ചെറിയ ഒരു പാട്ടിൽ ഒരു ചെറിയ ഒരു ബക്കറ്റ് പോലത്തതിൽ തന്നെയെന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊമ്പറുക ചെന്ന് ഒരുപാട് സ്വഹാബത്തുണ്ട് അവിടെ. നബി ആ പാത്രക്ക് കൈവച്ചിട്ട് അതാ എല്ലാ സ്വഹാബത്തും ഏകദേശം 300 സ്വഹാബിമാർ അതിൽ നിന്ന് വുളുവെടുത്താറ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയതായ ഒരു പ്രത്യേകതായി തിക്ർ, മുഅ്ജിസത്തായി തിക്ർ മനസ്സിലാക്കും. വിശ്വാസിമാർ അംഗീകരിക്കും. ഏതെങ്കിലും മാജിക് അല്ല. 300 ആൾമാർക്ക് അവിടെ സ്വഹാബിമാർക്ക് ഒതുവെടുക്കുകയുള്ളതായ ആ ഒരു കഴിവ്, വെള്ളം, ആ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പ്രകടമാക്കിയാണ്. അതുപോലെ നാലാമതായിട്ട് പണ്ഡിതന്മാർ പടിപാട്ട് ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് ഇങ്ങനെ പടിപാട്ട്.
അതുപോലെ നബിയെ ഉമിനീര് തുപ്പുനീര് ചെല്ലം അതിന് പ്രത്യേകത ഉണ്ടോ, അതിന് ബർക്കത്തുണ്ടോ? നബിയെ വിയർപ്പ് ബർക്കത്തുണ്ടോ? അതെല്ലാരും നിഷേധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കത് ഒരു സ്വഹാബി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വേറൊരു സ്വഹാബിയെ കണ്ട് അയാളെ കാലില് അത് യുദ്ധത്തിന് പോയതായ സന്ദർഭത്തിൽ അവിടെ കാൽ നോമ്പലായിട്ട് മുറിഞ്ഞിട്ടുണ്ടോ, വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അയാളൊട്ടിക പോയിട്ട് കേൾക്ക അബാ മുസ്ലിമേ നിങ്ങളെ കാലിലൊരു വലിയൊരു ഗായ കണ്ടല്ലേ, എന്താ തിക്കറെന്ന് കേൾക്കറ. അപ്പ അയാൾ ഖൈബർ നാളില് നക്ക് താകിയതായി തിക്കരുത്, അതുകൊണ്ട് ഗായമുണ്ടു, ഞാൻ വളരെ പ്രയാസപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ അവിടെ പോയിട്ട് പരാതിപ്പെട്ടു. ആ സ്വഹാബി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പോയി ചെല്ലുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിക്കരുത്, ആ ഗായത്തിന് ഉമിനീര് കൊണ്ട് ഊതിയിട്ട് തടവൂ, അതങ്ങനെ ശിഫ ആവൂ, പിന്നെ അയാൾക്ക് ആ വേദനയും പ്രയാസവും ഉണ്ടായിട്ടില്ല ചെന്തായിക്ക് ആ സ്വഹാബത്ത് പിന്നെ നമുക്ക് പടിപാട്ടിത്തണ്ട്. അങ്ങനെ അതുപോലെ മനസ്സിലാക്കിയതായിട്ട് അലി റളിയല്ലാഹു അൻഹു ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ണനമ്പലായതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമിനീരെടുത്തിട്ട് കണ്ണുക്ക് തടവി കൊടുത്തു. കണ്ണുക്ക് നല്ല രൂപത്തിൽ കാഴ്ചയും കണ്ണനമ്പലെല്ലാം ഷിഫായിട്ട് ചെന്ന് അലി റളിയല്ലാഹു അൻഹു എനിക്ക് പടിപാട്ടിത്തണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തതായി മുഅ്ജിസത്തായി തിക്കർ, കഴിവായി തിക്കർ. അതേപോലെ നമുക്ക് പടിപാടിത്തണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജവാമിഉൽ കലിം, എത്ര വലിയ സ്പീച്ചിന് വലിയ പൽക്കത്ത്, 1 ഗಂಟೆ 2 ഗಂಟೆ പൽക്കവറിയതായ വിഷയത്തെ ഒരു പൽക്കത്തില്, ഒരു വേർഡില്, ഒരു ലൈനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പൂർത്തീകരിച്ചു കൊടുക്കുക സാധ്യത. അത് കഴിവായി തിക്കർ അള്ളാഹു കൊടുത്തത്. ഒരുപാട് ദീർഘമായ പൽക്കൊന്നും വേണം. ഹദീസിലെ പൽക്കെല്ലാം അങ്ങനെ എടുത്തു നോക്കിയാൽ കാണാൻ സാധ്യ. ഒരു തെല്ലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചന കൊടുക്കുന്നത്. പക്ഷെ അതിലെ എക്സ്പ്ലനേഷൻ, അതൊരു വിശദീകരണം സുദീർഘമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ നിലക്ക് അത് പടിപാട്ടി കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു കഴിവ് പൽക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് കൊടുത്തതാണ്. അതേപോലെ ഏഴാമതായിട്ട് മനസ്സിലാക്കുക സാധ്യമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായിട്ടുള്ള നിർജീവമായിട്ടുള്ള വസ്തു ഒരു മറത്ത് അതിലെ പ്രയാസത്തെ മനസ്സിലാക്കുക സാധ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മനസ്സിലാക്കിയതായിട്ട് മിമ്പർ, നബി മിമ്പറിൽ കുറെ ചന്ന വർഷമായിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കുത്തുബാക്കിക്കൊണ്ടിരുന്നതായി മിമ്പർ. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ആണ് ചെന്ന് റിപ്പോർട്ട് ഉണ്ട്. ഒരാൾ വന്ന് ചെന്ന് അല്ലാഹു റസൂല് നിങ്ങ പല മിമ്പർ ഒരു മരത്തടി ഈത്തപ്പനത്തടിയിൽ ഇങ്ങനെ നിന്റെ ഇങ്ങനെ ക്ലാസ് ആക്കിയോണ്ടിരുന്നു കുത്തുബാക്കിയോണ്ടിരുന്നത് ನಾನು ಬಂಡೆ ವಾರ ಮೂವತ್ತು ನಾನು ಬೇರೆ ಒಂದು ಮಿಂಬರ್ ನಿಂಗೆ ಹಾಕಿ ತಟ್ಟಾಚಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കേട്ടപ്പ നബി ചന്ത് അങ്ങനെ അവരുണ്ടായെങ്കിൽ ആക്കിക്കൊണ്ടാച്ചന്ത് നിങ്ങളെ ഇഷ്ടം പോലെ ചന്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബണ്ടവാറ വരുമ്പോഴത്തേക്ക് പുതിയ മിമ്പറുണ്ട്. പുതിയ മിമ്പറാകുമ്പോഴത്തേക്ക് ഈ പല ഈ മരത്തടി എന്താക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മൂലക്കം പോയിട്ട് വെക്കർ. അങ്ങനെ വെച്ചതായ സന്ദർഭത്തില് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പർക്ക് പറ്റിയപ്പോ അവിടെ ആ മരത്തടി ജോറ് ബുൽപ്പിടുന്നതായിട്ട് സ്വഹാബത്ത് വേറെ റിപ്പോർട്ടിൽ കാണും സ്വഹാബത്തും കേട്ടു. അപ്പൊ ജോറ് അത് ബുൽപ്പിട്ടു. ഇനി നന്റെ റസൂലിലെ ആ പൽക്കവും റസൂലിലെ ആ സ്പർശനവും നക്ക് കിട്ടില്ലല്ലേ ചെല്ലതായി ആ ഒരു ബേജാറില് ആ മരത്തടി അതാ ബുൽപ്പിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെമ്പറിൽ നിന്ന് ഇറങ്ങിട്ട് അതിൽ പോയിട്ട് മക്കളെ പിടിക്കുന്നത് പോലെ അതിങ്ങനെ പിടിച്ചിട്ട് ചേർത്തിട്ട് ചെന്തായിട്ട് ക്രപ്പായിട്ട് കരച്ചല് നിപ്പാട്ടിലെ ചെന്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അಲ್ಲಿಂತ ಬಂದದಾಯ ಹದೀಸಲ್ಲಿ ಕಾಣೋದು ಸಾಧ್ಯ. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂലുള്ളതായി പ്രത്യേകതായി തിക്കറ്. അതുപോലെ എട്ടാമതായിട്ട് പണ്ഡിതന്മാർ പരിപാടി തന്റെ ഒരു വണ്ട അത് പ്രയാസപ്പെട്ടിട്ട് ബുൽപുട്ര സമയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആവശ്യം നിർവഹിക്കുകയായിട്ട് വിസർജനത്തിന് വേനായിട്ട് പോകേണ്ടതായ സന്ദർഭത്തിൽ ഒരു തോട്ടത്തിൽ 10 അൻസാരിയായിട്ടുള്ള ഒരു സ്വഹാബിയുടെ തോട്ടത്തിക്ക് പറ്റൽ പിന്നെ അവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വണ്ട ഉണ്ട്, ഭാരി മെലിഞ്ഞിട്ടുണ്ട്, വളരെ പ്രയാസപ്പെട്ടിട്ട് ഇങ്ങനെ ഉൾപ്പെട്ടുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേക്കറ്, ഇത് ആറായി തിക്കറ് മൻ റബ്ബു ഹാദൽ ജമൽ, ഇതിലെ ഒടയനാറുള്ള ഇതിലെ ഓണറാറ് അതിലെ ബിൽക്കോ ചെല്ല് ലിമൻ ഹാദൽ ജമൽ ആറായി തിക്കറ് ഇത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അൻസാരിതായി തിക്കറ് ചെന്ത അയാളെ ബിലിബാട്ട് ഫഖാല ലി യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ ചെല്ല് അൻസാരിയായിട്ടുള്ള ആ സ്വഹാബിയുടെ ചെല്ല് ഫഖാല അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മൃഗത്തിനൊട്ടിಗೆ ನೀನು എന്തേ സൂക്ഷ്മത്തെ കാട്ടില്ല, അള്ളാഹുവിനെ പേടിക്കില്ലേ, നീ എന്തൊരു ഇത് പ്രയാസപ്പെടുത്തിട്ടുള്ളത്, ഇത് നക്കതിരെ പ്രയാസ ചെന്നോണ്ടുണ്ടോ, അതിക്ക് നീ ബുദ്ധിമുട്ടാക്കറ, അതിക്കുള്ളതായ ഫുഡ് നീ കൊടുക്കില്ലേ, അതിക്ക് സാധിക്കാത്തത്ര നീ പ്രയാസത്തെ ഉണ്ടാക്കി കൊടുക്കുറ ചെന്ത് ആ വണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരാതി ചെല്ല് വല്ലാത്ത എനക്ക് ബാധിച്ച ജോലിയായി തിക്കറ്, വല്ലാത്ത നൊമ്പല പെടുത്തറ ഈ യജമാന ചെന്ത് കംപ്ലൈന്റ് ആക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൊന്താവൂ. അപ്പൊ ഇത് മനസ്സിലാക്കുകയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രത്യേകത ഉണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചെല്ല് നന്റെ എല്ലാ രൂപത്തിലും മരങ്ങളാവട്ടെ കല്ലാവട്ടെ ലോകത്തുള്ള എല്ലാ വസ്തുവും ನಾನು ನೆಬಿಯಾಚತ್ ನೆಬಿಂಚಂತದಿಗೂ ಗೊತ್ತುಂಡು, ಎಲ್ಲ ನಕ್ಕು ಸರೆಂಡರ್ ಆವರು, ಎಲ್ಲ ನಾನು ಚೆನ್ನ ಬರದು ಕೇಳ್ಕೊಳದು. ആയെങ്കിൽ മനുഷ്യന്മാരായിട്ട് ഇല്ല ആസിയൽ ജിന്നുവൽ ഇൻസ്, മനുഷ്യരും അതുപോലെ ജിന്നുകൾക്ക് നന്നെ സംബന്ധിച്ചിട്ട് നല്ലപോലെ മനസ്സിലാക്കുക സാധിക്കാത്തത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്ക ചെന്നതായിട്ട് നമുക്ക് കാണുക സാധ്യ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ഓർക്ക വിസർജന സ്ഥലത്ത് പോകുമ്പോ മരങ്ങൾ ഒരു മറയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ഒരു വെള്ളത്തിൽ പാത്രത്ത് പോയിട്ടുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എന്തും ആൾമാർ കാണ്ട ജാഗയിൽ ഇന്നത്തെ പോലെ ടോയ്ലറ്റ് ഒന്നും ഇല്ല, എവിടെങ്കിലും കണ്ട ജാഗയിൽ പോയിട്ട് വിസർജനാക്കുന്നതല്ല സ്വഭാവമില്ല. വളരെ വിദൂരമായ ജാഗിക ആൾമാർ കാണാത്ത ജാഗികായിട്ട് പോയോണ്ടിരുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കും അവർക്ക് അവിടെ എന്തും കാണില്ല, എന്തും മറക്കവുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു മറ ഇട്ട് ആ മറത്തൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്ന അല്ലാഹുവേ സമ്മത പ്രകാരം കൊണ്ട് നീ എണിച്ചിട്ട് ബർണോ ചെന്ന് അങ്ങനെ ആ മറ ഒട്ടിಗೆ പോണ്ടു ചെന്തായിട്ട് ചരിത്രം കാണാൻ സാധ്യ. അവിടെ 2 മറയുണ്ട്. അതേപോലെ ഇനർമറൊട്ടികം ചെന്ന് നീനും അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എണിച്ചിട്ട് ബർണോ. അങ്ങനെ 2 മരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറയായിട്ട് സംരക്ഷണമായിട്ട് 6 കാണാത്ത രൂപത്തിൽ ഒരു സഹായത്തിന് ബന്ധു ചെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യ. സ്വഹാബിമാർ റിപ്പോർട്ടാക്കാറാണ്. ഇതെല്ലാം വിശ്വാസിമാരുടെ ജീവിതത്തിൽ ആ വിശ്വാസമുണ്ടാവണം. അല്ലാഹുവിന്റെ റസൂലുകൾ ഒരുപാട് പ്രത്യേകത ഉണ്ട് ചെന്ന് മനസ്സിലാക്കണം. അതുപോലെ വേറൊരു സംഭവം കൂടി മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതായി തിക്കർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ ഗൊಂತುಂಡು പ്രഗൽഭനായിട്ടുള്ള സ്വഹാബിയായി തിക്കർ അബൂ ഹുറൈറ റളിയല്ലാഹു. അങ്ങനെ അബൂ ഹുറൈറ വളരെ പൈച്ചത്ത് ബുദ്ധിമുട്ടായിട്ടുണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ടും തിന്നകന്തുമില്ല. ആ സമയത്ത് ഇങ്ങനെ അഡ പോന്നിട്ടുണ്ട്, കീഴ് പോന്നിട്ട്. അങ്ങനെ അതിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്തെങ്കിലും
അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പൽക്ക പറയാനല്ലേ, എന്തെങ്കിലും പൽക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ട് ഔത്തുക്ക് വിളിക്കും, എന്തെങ്കിലും ഫുഡ് തറിച്ചുള്ളതായ വിഷയത്തിൽ അങ്ങനെ വിചാരിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കേക്കർ എന്തെങ്കിലും ആയത്ത് വന്നുറ, എന്തെങ്കിലും ഹദീസ് ആയത്ത് എന്തെങ്കിലും പുതിയതെന്ന് പഠിക്കുക ഉണ്ടാ, പുതിയ ആയത്തിന് അവതീർണമായി കേൾക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് ഇല്ല, ആയത്തൊന്നും വന്നില്ല, അയാൾക്ക് വേണം. രണ്ടാമതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കടന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും കേൾക്കറോ, എന്തെങ്കിലും ആയത്ത് ഹദീസ് എന്തെങ്കിലും വന്നുറ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല ചെല്ലത്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രയാസ മനസ്സിലാക്കുക സാധ്യമായിട്ടില്ല. പട്ടിണിയായിട്ടുള്ള വെച്ചിട്ടുള്ള വളരെ പ്രയാസമായിട്ടുണ്ട്, ചെല്ലു കൊണ്ടായില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കര് വരും. അബൂ ഹുറൈറ വിളിക്കും, ഏ പൂച്ചരെ ബാപ്പ അബൂ ഹുറൈറ ചെന്ന് വിളിക്കര്, നീ വാ ഔത്തുക്ക് പോയി ചെല്ലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ ഔത്തുക്ക് പോണ്ടു. ഔത്തുക്ക് പോയതായ സന്ദർഭത്തിൽ നബി അവിടെ ഒരു ചെറിയ പാത്രത്തിൽ പാല് കാണും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേക്ക് ഇതോടത്ത പാലായി തിക്കറ്, ഇത് നിങ്ങക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായി തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗിഫ്റ്റ് മാത്രമായി തിക്കറ് നബി എടുത്തോണ്ടിരുന്ന. സക്കാത്ത് സദക്ക അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എടുത്തോണ്ടില്ല. എന്തെങ്കിലും സക്കാത്തിലെ മുതലുള്ള വന്നിട്ടെങ്കിൽ നേരെ അപ്പുറത്ത് ഉള്ള അഹ്ലു സുഫ അതിൽ ആൾമാർക്ക് കൊടുത്തോണ്ടിരുത്തവർ. അപ്പൊ ഗിഫ്റ്റ് ആയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പാലെടുത്ത് വെച്ചത്. പാല് ചെറിയ ഒരാൾക്ക് കുടിക്കുള്ളതായ ഒരു ചെറിയ 1-2 ഗ്ലാസ് അത്ര ഉള്ള ചെറിയ ഒരു കിണ്ടിയിലായിട്ട് ഒരു ചെറിയ ഒരു പാത്രത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ല് അഹ്ലു സുഫർ ആൾമാരെ നിങ്ങൾ വിൽക്കോ അബൂ ഹുറൈറ. അപ്പൊ അഹ്ലു സുഫർ സാധാരണ 150 ആൾമാരുണ്ടോ ചന്ദ്രത്തിക്ക് ചരിത്ര പടിപാട്ടി തന്നെ ഏകദേശം. അഹ്ലു സുഫ എന്നെങ്കിൽ എന്തുമില്ലാത്ത ദരിദ്രരായിട്ടുള്ള ആൾമാർ ഹിജ്റ ബന്ത് അല്ല ഹിജ്റക്ക് വന്നതായ സന്ദർഭത്തിൽ അവർ അകവും സമ്പത്തും എല്ലാം വിട്ടുത്തല്ല വന്നിട്ട് കാലിയായിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പോലത്തെ ആൾമാർ എന്തെങ്കിലും സക്കാത്ര കാശ് വന്നിട്ടായെങ്കിൽ എന്തെങ്കിലും ഫുഡ് വന്നിട്ടായെങ്കിൽ തിന്നതല്ലാണ്ട് വേറെ എന്തോ അങ്കില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ പോയിട്ട് വിൽക്കോ ചെല്ല്. അബൂ ഹുറൈറ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കരുത്, ഇത്തരത്തിലുള്ള ഒരു പാലുള്ള ഇത് അഹ്ലു സുഫത്ത് ആൾമാർക്ക് കൊടുക്കുറമ നക്കേ കുടിക്കവും അയ്യാവില്ല അത്ര തെല്ലുള്ള പാല്. അങ്ങനെ അഹ്ലു സുഫറെ ആൾമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിൽക്കൽ ചെല്ല്. അങ്ങനെ വിളിച്ചോണ്ട് വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ അതാ കൊടുക്കും ചെല്ല്. അങ്ങനെ ഓരോരോ ആളുകൾ കുടിക്കുക വേനായിട്ട് കൊടുക്കൂ. ഓരോ ആൾമാരും വയർ നിറച്ചിട്ട് കുടിക്കുന്ന തോലും ഒരാൾ കൊടുത്തു, പിന്നെ വേറൊരാൾ കൊടുത്തു, അങ്ങനെ എത്രയോ ആൾ സ്വഹാബത്ത് അതിങ്ങനെ കുടിവാട്ടി എല്ലാവരും വയർ നിറഞ്ഞിട്ട് അതിൽ പിന്നെ ലാസ്റ്റ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്ന് കുടിക്കുക അബൂ ഹുറൈറ. അങ്ങനെ കുടിക്കല് അബൂ ഹുറൈറ വയർ നിറച്ചു കുടിക്കുക. പിന്നെ ചെല്ല് നബിയെ എനക്ക് മയവന കുടിച്ചെത്തു എനക്ക് ഫുള്ളായിട്ട് നബിയെ ചെല്ല് ആയെങ്കിലും ആ പാത്രം നോക്കിയപ്പ അതേപോലെ തെല്ലും കുറയാമാറ് അതിൽ പാലിന്ത് ചെന്തത്തിക്കർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് പടിപാട്ടി തണ്ടത്. അപ്പൊ ഇതായി തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്. അതേപോലെ പണ്ഡിതന്മാർ പടിപാട്ടി തണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് മലക്ക് പത്തിയപ്പ ഉഹുദിനെ മേൽ നിണ്ടപ്പ അതിങ്ങനെ കുലുങ്ങും. ആ കുലുങ്ങുമ്പൊത്തുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് മലക്ക് ചെല്ല് മുണ്ടാട്ട് നിക്ക് ചെല്ല് ആടണ്ടാട്ട്. കാരണം ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. ഈ ഗുഡ്ഡരമേൽ ഉഹുദ് മലമേൽ ആളുകളെ കൊണ്ടുണ്ട നിക്ക് ഇത് നബിയായി തിക്കറ്. സിദ്ദീഖുണ്ടു ഇതിരമേല് വശഹീദാനി. അതുപോലെ ഷഹീദ് 2 ഷഹീദുമാരുണ്ടു. ആരായി തിക്കറ് 2 ഷഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടിത്ത് ചെന്ന് ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 4 ആൾ ഇന്നാണ്.
രണ്ട് ഷഹീദായി തിക്കറ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ട ശേഷം ഉമർ റളിയല്ലാഹു അൻഹു വധിക്കറ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കറ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി ചെന്ന് മല ഗുഡ്ഡരൊട്ടിക ഉഹുദ് മലരൊട്ടിക ചെന്ന് ഇത് നബിയുണ്ടു, സിദ്ദീഖുണ്ടു, രണ്ട് ഷഹീദുണ്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതായി കഴിവായി തിക്കുന്ന നിർജീവമായ വസ്തുറൊട്ടിക പൽക്കബറിയതും സംസാരിക്കും കേൾക്കുള്ളതായി ആയ സംഭവം. അതുപോലെ അവസാനമായിട്ട് പണ്ഡിതന്മാർ പടിവാട്ട് 12ാമത്തെ കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാക്കി കൊടുത്തത്. വളരെ പ്രയാസ ഖന്തക്കിന്റെ സമയത്തിൽ ഖന്തക്ക് യുദ്ധത്തിലെ ടൈമിൽ ആ ഖന്തക്ക് ചെന്ന ഗുലി എടുക്കുക അഹ്സാബ് യുദ്ധ ചെന്ന് അറിയപ്പെടുക. ആ യുദ്ധം വളരെ പ്രയാസപ്പെട്ട യുദ്ധമായി തിക്കറ്. വളരെ കഷ്ടപ്പെട്ടിട്ട് സ്വഹാബിമാർ ഗുലി എടുത്തോണ്ടിരുന്നാർ. ബൈത്തുകളിലെ കല്ല് കെട്ടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു തിക്കുമ്പോ കല്ലെല്ലാം കെട്ടിത്തായി തിക്കറ് ബൈത്തുകൾ അങ്ങനെ സൊറാക്കിയോണ്ടിരുന്ന ഈ സന്ദർഭത്തില് ഒരു സ്വഹാബി ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്നതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യ. അങ്ങനെ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കു നബിയെ ബൈത്ത് നോക്കുമ്പോൾ വയർ നോക്കുമ്പോൾ വളരെ പ്രയാസമായിട്ട് കണ്ടെത്ത്. ഭാര്യ കഷ്ടത്തിലുണ്ട്, എന്തും അയച്ചിട്ടുണ്ട്. റസൂൽ ചെന്ന് മനസ്സിലാക്കി അയാൾ ഔത്തുക പോണ്ടു. ഔത്തുല് പോയപ്പ ഔത്തോട്ടേക്ക് എന്തെങ്കിലും അള്ളാഹു റസൂൽ കൊടുക്കുമെന്ന് ഉണ്ടാ. അപ്പൊ അതിനെ ചെല്ല് ഒരു സാക്ക്, ഒരു തെല്ല്, ഒരു സാക്ക് ബാറിയുണ്ടോ ചെല്ല. അപ്പൊ ആ സ്വഹാബി ഭാര്യ എടുത്ത് ചെല്ല, ഭാര്യ എടുത്തെല്ലൊന്ന് പൊടിയാക്കിത്ത് ഒരു മാവാക്ക് പിട്ടാക്കൊണ്ടേനുണ്ട്. അങ്ങനെ അതിനെന്താക്കൊരു അതെല്ലാം പൊടിച്ചോണ്ടിക്കൽ പൊടിച്ച് പിട്ടാക്കിത്ത് ഒരു സാഹുള്ള ചങ്ങാലുകൾ 1, 2, 3 ആളുകൾ തിന്നുള്ളതായ ഒരു സാ ആയിത്തിക്കൽ ബാർലി ആയിത്തിക്കുറുള്ളി. അപ്പൊ അവിടെ ഉള്ളതായ ഒരു ആട്ടും കുട്ടിക്കർ, ഒരു ചെറിയ ആടരെ കുഞ്ഞിക്കറ് അതിലെന്താക്കാറ് അങ്ങനെ അറക്കറാറ്, അർത്ഥത്ത് കറിയാക്കറാറ്. അതുപോലെ ചെറിയ രൂപത്തിൽ ബാർലി ഉണ്ട് പൊടിയാക്കിയിട്ട് മാവാക്കിയിട്ട് വെക്കറ, ഞാൻ കൊഞ്ച് തപ്പാക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെ ഭാര്യ ഭർത്താവൊട്ടിക്ക് ചെല്ല് നിങ്ങൾ പോയിട്ട് അള്ളാഹു റസൂല് വിളിക്കണോ? പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വിളിക്കേണ്ട, എല്ലാ ആൾമാർക്കും തികയില്ല, ഫുഡു എടുക്കൂ സാധ്യാവലെ ചെമ്മ ആൾമാർക്ക് അതുകൊണ്ടു ഫുഡ് കിട്ടല്. കുറേ ആൾമാർക്ക് അള്ളാഹു റസൂല് വിളിക്കുന്ന ആരെയും കുറേ ആൾ വിളിച്ചുണ്ട്. ഇനി എല്ലാവരും വന്ന് ഞങ്ങൾ എന്താക്കണ്ട, ഞങ്ങൾക്ക് ക്ഷേമാവൂ, അതുകൊണ്ട് ഞങ്ങളെ വഷളാക്കണ്ട, നിങ്ങൾ പോയിട്ട് മെല്ലെ അള്ളാഹു റസൂലൊട്ടിക്ക് പോയിട്ട് വിളിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് വിളിക്കുക. നബിയാവട്ടെ എന്താക്കിട്ട് നബിയെ വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇന്ന് 1000ഓളം സ്വഹാബിമാരെന്ന് അർച്ചണ്ടായിട്ട് ചരിത്ര പരിപാടി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇതാ ഞങ്ങളെ ഫുഡ് ഇയാൾ വിളിച്ചോണ്ടുണ്ടോ, എല്ലാവരും ഞങ്ങൾ ഫുഡ് തിന്നൊക്കെ പോയിട്ട് വിളിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ സ്വഹാബത്തും ഇങ്ങനെ ബന്ധ കാണുമ്പോഴത്തേക്ക് ഭാര്യക്ക് വല്ലാത്ത വിഷമായിട്ട് എന്താക്കറേ, അപ്പൊ ഇത് ഇത്ര ആളും വിളിച്ചാൽ വന്നാ ഭർത്താവ് നോക്കൂ, നിങ്ങളൊട്ടിക്ക് വിളിക്കോ ചെന്ന് എല്ലാവരും വിളിക്കോ ചെന്നാ ഒന്ന് ചെന്നാല് വിളിക്കോ അല്ലേ ചെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെലുത് കൊടുക്കൊരു ഭാര്യ ഒട്ടി അവിടെ ചെല്ലരവിടെ നിങ്ങൾ അടുപ്പിലും ആ കറിയാക്കിയിട്ടുള്ളത് അങ്ങനെ ഇക്കട്ട്. അതുപോലെ 10 ചുടകു അല്ലെങ്കിൽ അപ്പാക്കു ജന്മനാല് വിളിക്കോ ചെല്ലും. അങ്ങനെ ആ പിട്ട് എന്താക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിത്ത് കൊടുക്കും. അങ്ങനെ ഊതിത്ത് അവിടെ തടവ് വന്നിറങ്ങി ഊതിയപ്പ അതിൽ ബർക്കത്തുണ്ടായിട്ട് 10 ചുട്ടതായ ആൽമാർ. അത് എത്ര മാവ് എടുക്കുമ്പോഴത്തേക്കും അത് മാവ് കൊറോടിയാവുക ഇല്ല, ആ പിട്ട് കൊറോടിയായിട്ടില്ല. അങ്ങനെ എടുത്തെടുത്ത് ഇവിടെ വന്നതായ സ്വഹാബത്തുകൾ എല്ലാവരും വയർ നിറയോത്തോളം അവിടെ അങ്ങതിൽ തിണ്ടാറ് ചെന്തായി തിക്ക് പരിപാടി തണ്ട്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തായി തിക്ക്. ആ പാത്രം നിന്നൊരു അല്പ പോലും കൊറോടിയായിട്ടില്ല. ആ വെച്ച് പാത്ര അടുപ്പിൽ അങ്ങനെ ഇക്കട്ട് ചെന്ത അവിടുത്തെ തിക്കർ കറി ഇങ്ങനെ എടുത്തെടുത്ത് കൊടുത്തേണ്ടായത് കാലിയായിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തായി തിക്ക്. ഇതെല്ലാം മനസ്സിലാക്കുന്നു. അതിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇതല്ലാത്ത എത്രയോ
മനസ്സിലാക്കാത്ത ഒരുപാട് മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഇതെല്ലാം അംഗീകരിക്കുന്നവനായിട്ട് വിശ്വാസി. ഇത് എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളവോ സാധ്യാവില്ലല്ലേ. ഉമിനീര് കൊണ്ടൊത്തു ഷിഫ ಒಂದು ಚಂತ ಚೆಲ್ಲದ ನನ್ನ ಮನಸ್ಸಿಗೆ ಉಳ್ಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲ ಚಂತ ಚೆಂದಂಟಾയെങ്കിൽ വിശ്വാസത്തിൽ എന്ത് വിശ്വാസിയും പുറത്തു പോകണ്ട എന്ന് മനസ്സിലാക്കണം. അല്ലാഹുവേ റസൂലിന് കൊടുക്കേണ്ടായ പ്രത്യേകത അത് ഒരുപാടുണ്ട്. അതെല്ലാം അംഗീകരിക്കുന്നവനായിട്ട് വിശ്വാസി. പിന്നെ ഇവിടെ എതിർക്കരുത് എന്ന് എതിർക്കപ്പെടേണ്ടത് എന്നൊരു ചെന്തണ്ടായെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇല്ലാത്ത കള്ളക്കഥകളുള്ള ചെന്ത് പ്രചാരക്കുന്നതായ ആൾമാർ കള്ളക്കറാമത്തും അങ്ങനെയുള്ളതായ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമുടെ പേരിൽ കുമ്പർമ്പത്തുകായി എതിർക്കുന്നത് അത് പാടില്ല. അതല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും സ്വഹാബത്തുകളുടേതായ പ്രത്യേകത അതെല്ലാം അംഗീകരിക്കുന്നതായിട്ട് വിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെലുത്ത് ഇതിനൊക്കെ നിങ്ങളൊട്ടിക്ക് ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കി. മുഅ്ജിസത്ത് ചെല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കഴിവല്ല. എപ്പോഴും ഇഷ്ടം വന്ന പോലെ മുഅ്ജിസത്താക്കുള്ള കഴിവ് അല്ലാഹുവരെ റസൂലുകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എപ്പായിത്തേക്ക് തീരുമാനിച്ചത് അപ്പ മാത്രമേ അത് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇഷ്ടം വന്ന പോലെ എനിക്ക് ഫുഡില്ലാത്ത ടൈമിൽ വെറും ഞാൻ ഫുഡാക്കി തന്റെ പേടിക്കേണ്ട എനിക്ക് മുഅ്ജിസത്തുണ്ട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നില്ല. അതുപോലെ ചരിത്രം തന്നെ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഔത്തുൽ 2 തിങ്കൾ തോളം അവിടെ അടുപ്പ് കത്തിത്തില്ല ചെന്നായിത്തേക്ക് ചരിത്രം മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുക. നബിയുടെ ഔത്തുൽ 2 തിങ്കൾ തോളം ചുട്ടതായ അല്ലെങ്കിൽ അടുപ്പ് കത്തിയതായ ഫുഡ് ആണ് തിണ്ടത്തില്ല. തന്നെയും കാരക്ക തിണ്ടത്തായിത്തേക്ക് ജീവിച്ചത് അത്ര പട്ടിണിയായിട്ട് കഷ്ടയിട്ട് ആ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്ജിസത്ത് കൊണ്ടൊത്തു അതൊന്നും ഭക്ഷണം ഉണ്ടാക്കുക നോക്കിയിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിക്കുമ്പോഴത്തേക്ക് അത് കൊടുക്കുക സാധ്യമാവും. അതുപോലെ ശുഅബ് അബീ ത്വാലിബ് ശത്രുമാർ ഒരുപാട് ഉപരോധാക്കിയാറ്, ഒരുപാട് കഷ്ടപ്പെടുത്തിയാറ്. അവിടെ 3 വർഷത്തോളം ബുദ്ധ നിക്കവുമവിടെ ഭക്ഷണമില്ല, ആരും കൊടുക്കുകയില്ല, സമ്മതിക്കില്ല. അങ്ങനെ വിശ്വാസിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ടിട്ട് 3 വർഷത്തോളം ഇലയല്ല തിണ്ടിത്തായി ജീവിച്ചത്. ആ ടൈമിലൊന്നും മുഅ്ജിസത്ത് കൊണ്ടൊത്തു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാട് അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കിയിട്ടില്ല. വളരെ പ്രയാസമായിട്ടുണ്ട്, വളരെ കഷ്ടപ്പെട്ടതായിട്ട് അവിടെ ജീവിച്ചത്. അപ്പൊ മുഅ്ജിസത്ത് ചെല്ലത് സ്വന്തം കഴിവല്ല, അത് അള്ളാഹു കൊടുക്കുന്നതായിട്ട് അള്ളാഹു എപ്പ തീരുമാനിക്കുന്ന അപ്പ ആക്കുക സാധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഭാഷയൊക്കെ ചെന്നു വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയസൂ. നക്കെങ്ങാനും അദൃശ്യജ്ഞാന ഗൊಂತಿಂದಂತಾയെങ്കിൽ വൈബ് ഗൊಂತಿಂದಂತಾയെങ്കിൽ മുഅ്ജിസത്ത് ആ ത്വരീഖ ഗൊಂತಿಂದಂತಾയെങ്കിൽ നക്കಂದ ಲಸ್ತಕ್ಸರ್ತು മിനൽ ഖൈർ നക്ക് ഖൈർ യാര കിട്ടാൻ ನನ್ನ ಹೈರು ಯಾರ ಆಗ್ತಾ ഒരു ഒമാ മസ്സനിയ സൂ നക്ക് യാതൊരു കഷ്ടവും ಬರಲ್ಲ ಅಂತ നക്ക് നീ വൈബിനെ ഗൊಂತಿಂದಂತಾയെങ്കിൽ നക്ക് ഒരു പ്രയാസവും ഉണ്ടാവಲ್ಲ ಅಂತ. ശുഅബ് അബീ ത്വാലിബിലാവട്ടെ, ഖന്ദഖ് സമയത്താവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് യുദ്ധത്തിന്റെ ടൈം ആവട്ടെ, യുദ്ധത്തിന്റെ സമയത്താവട്ടെ, ഇങ്ങനെ നക്ക് ഒരു പ്രയാസവും ഉണ്ടാവಲ್ಲ ಅಂತ നക്ക് വൈബ് ഗൊಂತಿಂದಂತಾയെങ്കിൽ. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നതായ പ്രത്യേകമായ സന്ദർഭത്തിൽ അവನು ഉദ്ദേശിക്കുമ്പോൾ കൊടുക്കുന്നതായിട്ട് അതുകൊണ്ടു ഇഷ്ടം പോലെ നന്നൊಟ್ಟಿಗೆ കറാമത്തുണ്ടോ മുഅ്ജിസത്തുണ്ടോ ചെന്ന് കച്ചവടാക്കുന്നതായ ആൾമാർ ഉണ്ട്. അങ്ങനെ എത്തിക്കുന്നത് പല ആൾമാർ ഇതിന്റെ പേരിൽ കച്ചവടാക്കുന്നതായ ആൾമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന
ചരിത്ര പഠിക്കണോ മനസ്സിലാക്കണോ. കേവലം ഒരു റബീഉൽ അവ്വൽ ബർമത്തും ബൈത്തും കൊറിയ പാട്ടും മൗലൂദും അങ്ങനെയുള്ളതായ ഒരുപാട് പൈസാക്കര ഏർപ്പാടല്ലാണ്ട് വിശുദ്ധ ഖുർആനും പഠിക്കവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ചരിത്ര പഠിക്കുക തയ്യാറാകുമോ പായിത്തിക്കറി യഥാർത്ഥ ദീന് മനസ്സിലാക്കുക സാധ്യമാവും. ഏത് നേര് ഏത് തപ്പായിത്തിക്കറി ഏതായിത്തിക്കറി യഥാർത്ഥ ഇസ്ലാം ദീൻ ചെന്ന് മനസ്സിലാക്കുക സാധ്യമാവും. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രൂപത്തിൽ ദീന്റെ മനസ്സിലാക്കിയിട്ട് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ആക്കിപ്പോയതായി മുഴുവൻ ദോഷത്തിന് റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങളെല്ലാം രോഗം കൊണ്ടെത്തു കഷ്ടപ്പെടുന്നതായി എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. പ്രത്യേകമായിട്ട് ദുആർക്കും വസിയത്താക്കിയ ആൾമാരുണ്ട്. ഞങ്ങളെ പള്ളിയെ വേണ്ടപ്പെട്ട ഒരാൾ അയാൾ അലിയ വിശാലില്ലാമാർ വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരു സർജറി ആക്കുക ഹോസ്പിറ്റൽ കുമ്പയറായെങ്കിലും സർജറി ആക്കുക ആവില്ല. ഹാർട്ട് പ്രോബ്ലം കൊണ്ട് വെച്ചിട്ട് തിരിച്ചു കടത്തിയ അള്ളാഹു വായിത്തിക്കറ് രോഗം തണ്ടവും രോഗ ഷിഫാക്കറോ വിചാരിച്ചായിട്ടായെങ്കിൽ എങ്ങനെയും അള്ളാഹു ഷിഫ നൽകുവാൻ ആയുസ്സും നൽകുവാൻ അതുകൊണ്ടെത്തു അങ്ങനെ ഔത്തുൽ വെച്ച് ട്രീറ്റ്മെന്റ് ആക്കിയിട്ടുള്ള അങ്ങനെ രോഗ ഷിഫാവുകയെത്തു ആർക്കും വസിയത്താക്കി അള്ളാഹു സുബ്ഹാനഹു തആല പരിപൂർണമായ ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെ കുടുംബത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനിട്ട് കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ വേറൊരു സഹോദര ഒരു ആക്സിഡന്റ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് ചെലവാക്കിയിട്ട് വീണ്ടും ആ ഓപ്പറേഷൻ സക്സസ് ആവാമാർ വീണ്ടും ഓപ്പറേഷൻ ആക്കി ചെന്നിട അതും അയാളും പ്രയാസത്തിലുണ്ട്. അയാൾക്ക് നമ്മൾ ദുആക്കണം അള്ളാഹു സുബ്ഹാനഹു തആല അയാളെ ആ രോഗത്തെ അള്ളാഹു എത്ര വേഗം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യവും ആഫിയത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അയാൾക്ക് വേനായിട്ട് നിങ്ങളെ പല്ലിൻ്റെ കലക്ഷനാണ് ഒരുപാട് ചിലവുണ്ട്. 1.5 ലക്ഷം രൂപ മുന്നൽ എനിക്ക് ചിലവായി. അതേപോലെ ഇപ്പം ഹോസ്പിറ്റലിൽ കൂടിയിട്ടുണ്ട്. അയാൾ ഡിസ്ചാർജ് ആക്കുവാൻ പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പല്ലിയുടെ കലക്ഷൻ അയാൾക്ക് വേനായിട്ട് പ്രത്യേക ഓരോരുത്തരും പല്ലികളില അയാൾക്ക് വേനായിട്ട് അയാളെ രോഗത്തിന് വേനായിട്ട് അല്ലെ. നാളെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളോട്ട് കേൾക്കുന്നതായ ചോദ്യം ഞാൻ രോഗിയായിട്ടിന്നല്ലേ നീ നിന്റെ സന്ദർശനാക്കിയിട്ട് അള്ളാഹു ക്വസ്റ്റ്യൻ കേൾക്കുക. അപ്പൊ മനുഷ്യന്മാരായ ഞങ്ങൾ ചെല്ലുവോ നീ റബ്ബുൽ ആലമീനായാലും നിക്കെങ്ങനെ രോഗമുണ്ട് നിക്കെങ്ങനെ സീക്കുമുണ്ട് എങ്ങനെ ഞങ്ങൾ സന്ദർശനാക്കരുത് നീ പറച്ചോണല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ചെല്ലു ഇന്ന ജാഗയിൽ ഇന്ന ഒരു രോഗിയില്ല ಅಂತ നീನು അവന്റെ സന്ദർശനാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സന്ദർശനാക്കിയതുപോലെ. അപ്പൊ അതുകൊണ്ടൊത്തു ഈ രോഗിക്ക് നിങ്ങൾ സഹായിക്കണോ അള്ളാഹുടെ മാർഗത്തിൽ കൊടുക്കുന്നതായി വലിയൊരു ഒരു സ്വതക്കായിത്തിക്കർ. അതുകൊണ്ടൊത്തു ഇന്നത്തെ കലക്ഷൻ ആ സഹോദരൻ വേണമായിത്തിക്കർ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയതായ ഞങ്ങളെ അബ്ബഉമ്മ ഞങ്ങളെ സഹോദരന്മാർ ഞങ്ങളെ ചങ്ങായിമാർ ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളെ നിരക്കരാണ് ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെയും നാളെ പരലോകത്തവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ഒരു അവസാനമായിട്ട് ഒരു ദുആർക്ക് വസിയത്താക്കിയാൽ ഒരുപാട് ആൾമാർ ജയിലിൽ കടന്നു വളരെ പ്രയാസപ്പെട്ടതായ ആൾമാർ ഞങ്ങളൊരു സഹോദര അല്ലെ യാതൊരു നിലക്കുള്ളതായ എന്തും ഒരു കേസിലുമില്ലാത്ത ആൾമാരെ കൊണ്ടുപോയിട്ട് വെറുതെയും ജയിലിൽ കിട്ടതായി ആ ഒരു പ്രവണത നടന്നുകൊണ്ടുണ്ട്. ഒരുപാട് ആൾമാർ ജയിലിലുള്ള നല്ല റിലീസാകുന്നു ആർക്കും വസിയത്താക്കിയ അല്ലാഹു സുബ്ഹാനഹു തആല എത്ര വേഗം റിലീസാകുന്നതായ എല്ലാ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.